ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ലൈം ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മീഡിയം സൈസുള്ള 2 ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അതൊരു ചെറിയ കഷ്ണം മാത്രം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പുതിനയിലയാണ്. അപ്പോൾ 2 ഇല മാത്രം മതിയാവും. ഒരുപാടായി കഴിഞ്ഞാൽ പുതിനയിലയുടെ കുത്ത് വരും. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് കാന്താരി മുളകാണ്. അപ്പോൾ ചെറിയ 2 കാന്താരി മുളക് ഇട്ട് കൊടുക്കുക. കൂടാൻ പാടില്ല, അപ്പോൾ പെട്ടെന്ന് എരിവ് കൂടും, നമുക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ 2 നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 1 ചേർത്താലും മതി. പക്ഷേ കാന്താരി മുളക് വേണം, അപ്പോഴാണ് അതിൻ്റെ ഒരു മണം ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു 10 പച്ച മുന്തിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുന്തിരി ചേർക്കുമ്പോൾ നമുക്ക് ഈ ലൈം ജ്യൂസിന് ഒരു പച്ച കളർ കിട്ടുകയും ചെയ്യും. എന്നാൽ ഒരു എക്സ്ട്രാ ടേസ്റ്റുമാണ് മുന്തിരി ചേർക്കുമ്പോൾ കിട്ടുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ്. അതൊരു 2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിൻ്റെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തണുപ്പും നല്ല മധുരവും ഉണ്ടെങ്കിലാണ് നമുക്കിത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് ഏകദേശം 1 മിനിറ്റോളം നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒരു 5 സെക്കൻഡ് കൂടി ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം വേണം നമ്മളിത് ഗ്ലാസ്സിലേക്ക് മാറ്റാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു ചെറുതായിട്ട് പതിയൊക്കെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നല്ല തണുപ്പും നല്ല മധുരം ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.